ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ OTT പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് പോയി കള്ളവോട്ട് ചെയ്യാനുള്ള ബോട്ട് കയറുമെന്നുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന മുഴുവൻ സിനിമയെ അടിച്ചു മാറ്റിക്കൊണ്ട് വിൽക്കാൻ എനിക്ക് പറ്റും. നമുക്ക് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യമായിട്ടുള്ള ജെനുവിനാണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി തരണം. ആ സെർവറിനകത്ത് കയറി ബോട്ട് ഉപയോഗിച്ച് കയറാന്നുണ്ടെങ്കിൽ ആ കയറുന്ന ആ വിടവിൽ കൂടെ ആ സിനിമകളെല്ലാം എടുത്തുകൊണ്ട് പോയി കൂടെ? മാരാർക്ക് എന്തോ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിലാണ് മാരാർ നിൽക്കുന്നത്, ഇതിൽ പൊളിറ്റിക്സ് ഇൻവോൾവ് ആണ്. സിബിൻ പറയുന്നു ജാസ്മിനെതിരെ മത്സരിക്കരുത് എന്ന നിർദ്ദേശം സിബിൻ ഉണ്ടായിരുന്നു. നമ്മൾ കയറുന്നതിന് മുമ്പ് അവർ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉപദേശിക്കും. കാരണം അവർക്കൊരു ഗെയിം ഇത് കൊണ്ടുപോകണ്ടേ, അല്ല കുറെ പേരെ എടുത്തങ്ങ് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഞാൻ കയറാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാബു, അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ രഞ്ജിനിയായിട്ട് ഓൺലൈനിൽ ഞാൻ രഞ്ജിനി തെറി വിളിച്ചൊരു സംഭവം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യാൻ്റെ സൈഡിൽ നിന്നുള്ളവർ എൻ്റെ സാബു കൊണ്ട് അകത്തോട്ട് വരണം, രഞ്ജിനിയൊക്കെ ഉണ്ട്, ചുവന്നൊന്ന് അടിച്ചേക്കണം, ഫൈറ്റ് ചെയ്തേക്കണം എന്നും പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞു തരും. അത് ഓരോരുത്തർക്കും ഓരോന്ന് പറയും. അപ്പോൾ ഉള്ള പബ്ലിസിറ്റിയുടെയും ഫാൻ ഫോളോയിങ്ങിന്റെയും ട്രെൻഡും ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടുപേര്, ഒന്ന് ജാസ്മിനും ജിൻഡോയും. അതിലൊരാളെ ബെസ്റ്റ് ഗെയിമർ എന്ന രീതിയിലേക്ക് വിലയിരുത്താണെങ്കിൽ ഇല്ല, ഈക്വൽ ആണോ ആ കാര്യം? അവർ രണ്ടുപേരും ഏതാണ്ട് ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫ് പ്രൊമോഷൻ ഏറ്റവും നന്നായി ചെയ്യുന്ന മത്സരാർത്ഥി ആരാ ഹൗസിനകത്ത്? ജിൻഡോ. മാർക്കറ്റിംഗ്, സ്വയം മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ ഞാനകത്ത് ജിൻഡോ ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവസാനം മറ്റേ പവർ റൂമിലുള്ളവർ എന്ന് പറഞ്ഞു ജിൻഡോ ഫുൾ ടൈം ഗസ്റ്റിൻ്റെ കൂടെ നടക്കേണ്ട കാര്യമില്ല. GV പ്രകാശിന്റെ കിങ്സ്റ്റൺ മൂവി ചെയ്തു. യോഗി ബാബു, ബോബി സിംഹയുള്ള നോ വയലൻസ് എന്ന് പറയുന്ന ഈ 3 സിനിമകളും ഈ ഷോ എന്ന് റെഗുലർ ഷോ ആണ്, എവറി ഡേ പോകേണ്ടതാണ്. ലോകമെമ്പാടുമുള്ള ഷോബിസ് ഈ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളത് അറിയപ്പെടുന്നൊരു കാര്യമാണ്. ബോളിവുഡ്, ഹോളിവുഡ് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കേട്ടിട്ടുണ്ട്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സാബുചേട്ടൻ ടൈറ്റിൽ വിന്നറാണ്, ആദ്യത്തെ സീസണിന്റെ അല്ലെ, ഒരു പ്രഥമ വിജയമാണ്. എന്നിട്ട് വരെ ഈ സീസണിൽ ചർച്ചയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ പറഞ്ഞ ഒരു വിഷയത്തിൽ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നെ പറ്റി അല്ലെങ്കിൽ എന്നോട് കുറെ കാര്യങ്ങൾ ഇതിന്റെ മുൻ വിന്നറായിരുന്നുള്ള സാബുവൻ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ അതൊക്കെ ഞാൻ പുറത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറേയേറെ കാര്യഗൗരവമുള്ള വിഷയങ്ങളാണെന്നുള്ളത്. ആദ്യമേ ആ ചോദ്യത്തിലോട്ട് വരട്ടെ, സത്യത്തിൽ അങ്ങനെ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. മാരാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞടാ, അടുത്ത പ്രാവശ്യം പിന്നെ നീ ഇങ്ങനത്തെ സംഭവം എന്തെങ്കിലും പറയുമ്പോൾ നീ എന്നെ വിളിക്കണം, എനിക്കും കുറെ സാധനങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ശരിക്കും അങ്ങനെ പറയാൻ പിന്നീട് തയ്യാറാവാൻ എന്താ കാരണം? ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ അതിലൊരു ഔചിത്യക്കേടുണ്ട്. മനസ്സിലായി. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ, പോയ ഷോയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ പോയി എന്നൊക്കെയുള്ള സാധനം വരും എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് കയറി വന്നാണോ? ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, കാരണം ആ ഷോയുടെ ഒരു ഇതിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും പറയണ്ട. കാരണം ചില ആളുകളൊക്കെ കാണിക്കുന്നതിന്റെ പേരിൽ ഇപ്പം കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ലോകത്തെമ്പാടുമുള്ള ഷോ ബിസ് ഇൻഡസ്ട്രിക്കകത്ത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ഇൻഡസ്ട്രി മുഴുവൻ ഭയങ്കര മോശപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി തിരിച്ച് നിങ്ങൾ വന്ന് പറയുമെന്ന് പറയാനുള്ളവർക്ക് പറയാനുള്ള പിന്നെ സംവിധാനമുള്ളൊരു നാടാണല്ലോ. അപ്പം നമ്മളത് പറയണ്ട എന്ന് എനിക്ക് തോന്നുന്നു. എവിടെയാണ് ഈ തിരിച്ചറിവ് വന്നത്? അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സാബുചേട്ടൻ ഓൾറെഡി പറഞ്ഞു എന്നുള്ളത് അഖിൽമാരുടെ പറഞ്ഞ വഴിക്ക് ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിർദ്ദേശങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അന്തമാതിരി ഭയമുള്ള ആളല്ലേ എന്നെ. അങ്ങനെ പേടിക്കാത്ത ഒരാള് ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ അന്ന് റോബിൻ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അവർ പ്രതികരിക്കാത്തതിനെ കുറിച്ച് എതിർത്ത് സംസാരിച്ചത് മറ്റുള്ള കണ്ടസ്റ്റൻസുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ്, അല്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞു. അവിടെ പറഞ്ഞു അങ്ങനെ ഒരു ഇപ്പൊ തന്നെ ഐ മീൻ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ്, ഞാൻ അത് ഓഡിയൻസിന് കൂടി വേണ്ടിയിട്ടാണ് അത് സംസാരിച്ചത്, എന്നെ കാണുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പൊതുബോധമുള്ള ഒരാൾ ഇത്തരത്തിലൊരു വിവാദം വിഷയം നടക്കുന്ന സമയത്ത് ഈ ഒരു പൊതുബോധം മറക്കുന്നത് ശരിയാണോ? ശരിക്കും കാരണം ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടെന്നത് സ്വന്തമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അഖിൽ മാരാർ എന്ന് പറയുമ്പോഴും റോബിന്റെ കേസിൽ അല്ല, മാരാറിന്റെ വിഷയത്തില്
എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇല്ല, അപ്പൊ എനിക്ക് മരാറിനോട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ അറിയാം. അറിയാം. ഈ അറിയുന്നത് ഡയറക്റ്റ് അല്ല, പറഞ്ഞിട്ടാണോ? പറഞ്ഞു മീൻസ് എനിക്ക് അറിയുന്ന ആളുകൾക്ക് കാര്യമാണ്. കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല. സാമ്പത്തിക സംഭവങ്ങളും അതും ഇതും. അത് ഷോനുമായി ബന്ധപ്പെട്ടിട്ട് ആ ഇപ്പോ ഒരു പക്ഷേ ഇപ്പൊ മരാർ ഇത് പറയുമ്പോൾ ഇതിന് മറുപടി കൊടുക്കേണ്ട ചാനലാണ്, അത് അവർ പറഞ്ഞിട്ടില്ല. ആര് ഇപ്പൊ കൊടുക്കില്ല, എവിടേക്കോ ഈ മറുപടി ചാനൽ കൊടുക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ കൂടിയാണ് അല്ലെങ്കിൽ അതിനോട്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഇതിന് ചാനലിനോട് ക്ലാരിറ്റി കൊടുക്കാൻ സാബുചേട്ടന് പറ്റുമായിരുന്നില്ല? എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാര്യം എനിക്ക് ചാനലിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നുമില്ല. ഇപ്പം ബിഗ് ബോസിന് ഇറങ്ങുന്ന സമയത്ത് ഏഷ്യാനെറ്റ് കുറെ പ്രാവശ്യം എന്നോട് പറഞ്ഞാണ്, സാബു നമുക്കൊരു ഷോ ചെയ്യാം എന്ന്, ടെലിവിഷൻ ഷോ. കാര്യം ആ സമയത്ത് ഞാൻ വിന്നറായി ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. പിന്നെ ഞാൻ ഇത് 24ാമത്തെ വർഷമാണ് ടെലിവിഷനകത്ത്. ഞാൻ വളരെ ചെറുപ്രായത്തിലെ ടെലിവിഷനിൽ വന്ന ആളാണ്. അപ്പം ടെലിവിഷൻ ഷോ എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാവുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ എന്താ പറയുന്നത് ഓഡിയൻസിനെ എനിക്ക് അടുത്ത ഷോയിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ തലയിൽ ഐഡിയ ഇല്ല. എനിക്ക് ഒരു പുതിയ ഷോയ്ക്കുള്ള കോൺസെപ്റ്റ് എൻ്റെ ഇല്ല എന്നാണ്. അവർ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ വളരെ കുറച്ച് ഷോസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ചെയ്ത ഷോസ് എല്ലാം ഞാൻ നല്ല റേറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ള വിജയകരമായ ഷോസാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചുമ്മാ കയറി ടി വിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോ ചെയ്യില്ല. എന്തെങ്കിലും ഐഡിയ വരട്ടെ കേട്ടോ, അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ഏഷ്യാനെറ്റ് വേറെ ഷോകൾക്കൊന്നും വിളിച്ചിട്ടില്ല, അങ്ങനെ വിളിക്കാറുമില്ല. മനസ്സിലായി? അങ്ങനെ എനിക്കങ്ങനെ ചാനലിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ സാധനമൊന്നുമില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയേണ്ടത് മഴവിൽ മനോരമ ചാനലിനോട്. കാര്യം ഞാൻ ഇടയ്ക്ക് കുറേ വർഷം വിദേശത്തായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ഓപ്പണിംഗ് തരികയും പിന്നെ തുടർച്ചയായിട്ട് പിന്നെ കുറേ വർഷങ്ങൾ ഞാൻ 1, 2, 3 ഷോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിൽ ഇതുവരെ ഷോ ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ചെയ്തിട്ടില്ലെങ്കിൽ പറയും പോലും ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വേദി, അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ കയറാൻ കൊതിക്കുന്ന ഒരു വേദി, അത് അതിന്റെ തുടക്കം തന്നെ. ഞാനങ്ങനെ കയറാൻ കൊതിക്കുന്ന വേദിയിലോട്ട് തള്ളി കയറിയൊന്നുമല്ല. എന്നെ ഇങ്ങോട്ട് വന്ന് എങ്കിൽ പോലും വിളിച്ച ഒരു ക്ഷണം ഇങ്ങോട്ടാണെങ്കിൽ പോലും താല്പര്യമില്ലാതെ നമ്മൾ കയറി പോവില്ലല്ലോ ഒരിക്കലും പോലും. ജസ്റ്റ് ബിസിനസ്. എനിക്ക് ഞാനവിടെ മണിയാണോ മണിയൊന്നുമല്ല, എനിക്ക് ഇത് എന്താണെന്ന് അറിയണമെന്നായിരുന്നു. ഐ വാണ്ട് ടു നോ ദ ഗെയിം. എനിക്ക് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്. അപ്പൊ ഞാൻ വേറെ ബിഗ് ബോസ് ഒന്നും കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അകത്ത് ചെന്നപ്പോൾ എനിക്കെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. അപ്പൊ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പറയും, സാബു ചേട്ടന് യഥാർത്ഥത്തിൽ അതിനകത്ത് ഗെയിമേ കളിച്ചില്ല, സാബു ചേട്ടൻ ഇത് ഇങ്ങനൊന്നും അല്ല ഗെയിം. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ നോക്കി കാണുന്ന ഒരു ഷോയാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ്. യു ജസ്റ്റ് ഗോ ഇൻസൈഡ് ആൻഡ് ബിഹേവ് എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് പോയി ബിഹേവ് ചെയ്തു, കപ്പ് കിട്ടിയ കപ്പ് എന്ന് പറയുന്നത് കിട്ടുന്ന വലിയൊരു പ്രത്യേകിച്ച് 6 കൊല്ലം കഴിയുമ്പോഴും ഒരു മികച്ച മത്സരാർത്ഥി നില ഓർക്കുന്ന ഒരു പേരും കൂടിയാണ് സോബ എന്നുള്ളത്. സോ അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഐ മീൻ ആ ഒരു സ്നേഹവും കടപ്പാടും ഉണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ഷോയോടുണ്ട്, ആ ഷോ തരുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടുണ്ട്. ഒരു ഷോയോട് പറയുമ്പോൾ, ഒരു ഷോ തരുന്നതെന്ന് പറയുമ്പോൾ ഒരു സിനിമ നമുക്ക് തന്നു, നമുക്ക് ആ കടപ്പാട് സിനിമയോടല്ലോ പറയാം, ആ സിനിമയുടെ സംവിധായകനോടോ നിർമ്മാതാവിനോടല്ലോ നമ്മൾ പറയാം. നമുക്ക് 2 രീതിയിൽ അതിനെ നിർവചിക്കാം. മനസ്സിലായ? ഒന്ന്, എന്നിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർക്കും ആവശ്യമാണ്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. അത് സിനിമയാണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും ഈ ഷോ ആണെങ്കിലും ഏതാണെങ്കിലും ഇത് കൊടുക്കൽ വാങ്ങലാണ്. അല്ലാതെ ആരും തരുന്ന ഔചിത്യമല്ല, അല്ല ഔദാര്യമല്ല. മനസ്സിലായോ? പക്ഷെ എങ്കിൽ നമുക്കൊരു സിനിമയിൽ അവസരം തന്നു ഒരു നടനായിട്ട്. നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിജയത്തിന് ശേഷം നമ്മൾ പറയാണ്, എന്നിലുള്ള അഭിനയിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് എന്നെ അവർ വിളിച്ചു, അത് എന്റെ മാത്രം വിജയമാണ്. അതല്ലല്ലോ. ഒരു സംവിധായകൻ കൃത്യമായിട്ട് അതിനെ സംവിധാനം ചെയ്യുകയും ഒരു എഴുത്തുകാരന്റെ സൃഷ്ടി അതിലുണ്ട്, ഒരു നിർമ്മാതാവിന്റെ പണം ചെലവഴിക്കലുണ്ട്. ഇതാകെ തുകയാണ് ഇത്. അപ്പൊ അതല്ലാതെ ഇത് എന്റെ മാത്രം കഴിവാണെന്ന് പറയുന്നത് എവിടേക്കും ഒരു നന്ദി കേടില്ലേ? ഒരു സിനിമ എടുക്കുമ്പോഴേ ഈ ഇതിൽ അഭിനയിക്കേണ്ടതായിരുന്നു തീരുമാനിക്കേണ്ടത് ആരാണ്? ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടറും. പ്രൊഡ്യൂസർ അല്ലല്ലോ. പ്രൊഡ്യൂസർ അതിന്റെ ഭാഗം കൂടിയാണ് അല്ലെ? ഇടപെടാറില്ലേ? എനിക്കറിയില്ല. ഇല്ല. സോ പ്രൊഡ്യൂസർക്ക് എന്താ ഇവിടെ പണം മുടക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറാണ്. ആക്ച്വൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വേറെയാണ്. മനസ്സിലായോ? ഇവിടെ അത് വേറെ റേറ്റില്ല അറിയപ്പെടുന്നത്. ഇതില് പിന്നെ പൈസ മുടക്കുന്നവർക്ക് എന്തിനാണ് അകൈതവുമായ നന്ദി? പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് നമുക്ക് സ്നേഹമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഭയങ്കര നന്ദിയും കടപ്പാടുമാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കടപ്പാട് വെക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വെക്കേണ്ടി വരില്ലേ? കാരണം നമുക്കൊരു അവസരം തരുന്നുണ്ടെങ്കിൽ സംവിധായകനും പിന്നെ എഴുത്തുകാരനും ഒക്കെ കൂടെ അതിലെ കാസ്റ്റിംഗ് ഡയറക്ടറല്ലേ നമുക്ക് അവസരം. പണം അയാൾ മുടക്കി എന്നുള്ളതാണ്. ഈ ഡയറക്ടർക്ക് കൊടുക്കുന്ന അതേ നന്ദിയും കടപ്പാടും ഞാൻ പൈസ മുടക്കിയ ആളിനോട് കാണിക്കണം. അവിടെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോം എന്നല്ല, അത് എവിടെ പക്ഷേ റിലീസ് ആവും തിയേറ്ററുകളായിരിക്കാം, ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ OTT ആയിരിക്കും അല്ലെ. പക്ഷെ ബിഗ് ബോസ് എന്നുള്ളത്
ഇറങ്ങുന്നത്, അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വേദി എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ആണ് അല്ലെ. അപ്പൊ ശരിക്കും ആ ഒരു കടപ്പാട് കിടക്കുന്നത് ഈ വ്യക്തികൾ എന്നതിനൊപ്പം തന്നെ ഈ ഒരു ഏഷ്യാനെറ്റ് ഫാമിലി കൂടി ജനറലി നമുക്ക് അങ്ങനെ പറയാം. അല്ലാതെ ഏഷ്യാനെറ്റിനോട് എനിക്ക് അഗേതവുമായ നന്ദിയൊന്നുമില്ല. എന്നെ അതിനകത്ത് ജയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയൊന്നുമില്ല. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം ഈ സീസൺ 6 എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമാവുന്ന കാര്യങ്ങൾ ഇതാണ്. കൃത്യമായിട്ട് അവർക്കൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു വ്യക്തിയിലേക്ക് ഇവർ നീങ്ങുന്നു, ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്നു, ഈ വ്യക്തി ജയിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ സീസണിൽ മാരാർ പറഞ്ഞൊരു കാര്യമാണ്, ജയിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് വേറെ ആയിരുന്നു, പക്ഷേ എന്നിലേക്ക് എന്നുള്ളത് ഞാനത് മാറ്റിയെടുത്തു, അല്ലെങ്കിൽ ഞാൻ ഗെയിം ചെയ്തു. ഈ വർഷം അത്രത്തില് സാബോൻ കാലത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അല്ല, ആ സമയത്ത് പിന്നെ മാരാരുടെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളിൽ ഇവർ പറഞ്ഞിരുന്നത് മാരാർക്ക് എന്തോ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിലാണ് മാരാർ നിൽക്കുന്നത്, ഇതിൽ പൊളിറ്റിക്സ് ഇൻവോൾവ് ആണ്, പിന്നെ ഏഷ്യാനെറ്റ് മാരാരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ മാരാര് പറയുന്നില്ല, വേറെ പറയുന്നു എന്നുള്ള രീതിയിലേക്ക് അവിടെ നിന്നുള്ള സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പേരിൽ അവിടെ ഷോ ഡയറക്ടേഴ്സുമാരിൽ ഒരാൾ തന്നെ അതിന്റെ പേരിൽ ഇറങ്ങി, അതിനുശേഷം ഇറങ്ങി പോകുന്നു എന്ന് വരെ പറയുന്നു. എന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിരുന്ന അതിന്റെ ഇടയ്ക്ക് നിന്നൊന്ന് പുറത്തു പോയ സമയത്ത് എന്റെ പിക്ചർ കിട്ടിയായിരുന്നു, അതിന്റെ ഫൈറ്റ് ചെയ്തിട്ടാണ് അതിന്റെ വിന്നറായി എന്നുള്ള രീതിയിലേക്ക്. ആരോട് പോയി ഫൈറ്റ് ചെയ്യുന്നു? ഐ മീൻ അതിലുള്ള മത്സരാർത്ഥികളോടൊപ്പം തന്നെ അതിന്റെ സംഘാടകരോട് കൂടി തന്നെ എവിടെയോ കളിക്കുന്നു. അത് ഡയറക്റ്റ് ഷോയിലൂടെയല്ല, അവിടെ നീക്കങ്ങൾക്കെതിരെ. അതായത് ഒരു പക്ഷേ ചില ഗെയിം പ്ലാനിൽ എനിക്ക് ഓക്കെ അല്ലാത്ത അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാത്ത ഗെയിം പ്ലാനുകൾ കൊണ്ടുവരുന്നു, ടാസ്ക് കൊണ്ടുവരുന്നു. അവിടെ അവർക്ക് കുറെ കൂടി ഐ മീൻ ഈസി ആയിട്ട് അവർക്ക് കൂടി ഈസി ആയിട്ടുള്ള ഗെയിം അവർ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സമരം ചെയ്യല്ല, അപ്പൊ അതിനെതിരെ ആൾക്ക് ഓക്കെ ഇല്ലെങ്കിലും അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് മാക്സിമം ട്രൈ ചെയ്തു. ക്രൂവിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ കാര്യം ക്രൂവിനെ കാണാൻ പോലും കിട്ടില്ല നമുക്ക്. അപ്പൊ അങ്ങനെ കാണാൻ കിട്ടാൻ നിർദ്ദേശങ്ങൾ കിട്ടി എന്ന് പറയുന്നു സിബിൻ പറയുന്നു ജാസ്മിനെതിരെ മത്സരിക്കരുത് എന്ന നിർദ്ദേശം സിബിൻ ഉണ്ടായിരുന്നു. എന്താ വിഷയം എന്നറിയാമോ? ഇത് സിബിൻ പിന്നീടല്ലേ കയറുന്നത്. എനിക്ക് തോന്നുന്നതാണ്, ഇത് എൻ്റെ ഒരു നിഗമനമാണ്, നമ്മൾ കയറുന്നതിന് മുമ്പ് അവർ കുറെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഉപദേശിക്കും. കാരണം അവർക്കൊരു ഗെയിം ഇത് കൊണ്ടുപോകണ്ടേ, അല്ല കുറെ പേരെ എടുത്തങ്ങ് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഞാൻ കയറാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാബു, അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ എഞ്ചിനീയറായിട്ട് ഓൺലൈനിൽ ഞാൻ എഞ്ചിനീയർ തെറി വിളിച്ചൊരു സംഭവം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കയറുന്നതിന് മുമ്പ്, അതായത് ഒരു ഇതുപോലൊരു വാതില അത് തുറന്നാണ് തള്ളി അകത്തിടുന്നത്. അപ്പോൾ അതിന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അപ്പോൾ കണ്ണൊക്കെ കെട്ടിയാണ് കൊണ്ടുപോകണത്. ഈ ലാലേട്ടൻ ഇൻട്രോ പറഞ്ഞ് പിന്നെ ഡാൻസിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ, ഞാൻ വെറുതെ നടക്കുകയുള്ളൂ. അല്ല കുഴപ്പമില്ല, പിള്ളേർ കളിച്ചോളും, സാബുചേട്ടൻ വന്നാൽ മതി എന്നാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ കുറവുണ്ട്. അവിടെ 2 സൈസ് കുറവുണ്ട്. ഒന്ന് ഈ ബാനിജയുടെ കുറവും, പിന്നൊന്ന് ഏഷ്യാനെറ്റിൻ്റെ കുറവും. ഏഷ്യാനെറ്റിൻ്റെ കുറവ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് സംഭവങ്ങൾ കുറേയൊക്കെ നോക്കലും പിന്നെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളവർ എൻ്റെ സാബു കൊണ്ട് അകത്തോട്ട് വരണം, രഞ്ജിനിയൊക്കെ ഉണ്ട്, ചെന്നം അടിച്ചേക്കണം, ഫൈറ്റ് ചെയ്തേക്കണം എന്നും പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞു തരും. അത് ഓരോരുത്തർക്കും ഓരോന്ന് പറയും. ഇപ്പൊ രഞ്ജിനി കയറ്റിവിടുമ്പോൾ പറയും, വേണ്ട രഞ്ജിനിയെ ചീത്ത വിളിച്ച സാബു അകത്തുണ്ട്, വെറുതെ വിടരുത്, ടാർഗറ്റ് ആദ്യമേ തരും. അങ്ങനെ പറയും ജനറലി. കാരണം അവർക്ക് അതൊരു കണ്ടന്റ് ആയിരിക്കും വഴക്കുണ്ടായ കാര്യം, വെളിയിൽ നടന്ന സംഭവത്തിന്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിരിക്കാം, മനസ്സിലായോ? അവിടെ പറയുന്നത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കുറെ കൂടി നല്ല ഗെയിം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരാൾക്ക് എതിരെ നിൽക്കരുന്ന് പറയുന്നത് എവിടേക്കോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഫേവറിസം ആവില്ലേ? ഈ വെളിയിൽ നിന്ന് ഇങ്ങനെ കയറുന്നതിനും എന്തെങ്കിലും പറഞ്ഞ് തള്ളിയങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ അകത്തുന്ന അകത്തുള്ള പരിപാടിയാണ്. അത് അവനവന്റെ തലയ്ക്കകത്തിരിക്കുന്ന ഇതിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും, മനസ്സിലായി, അതിന്റെ ഒരു തൂക്കം അനുസരിച്ചിരിക്കും ഈ പറഞ്ഞു തന്നതിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ളത്, മനസ്സിലായേ? ഇപ്പം റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഇടതും വലതും നോക്കണമെന്ന്, സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിൽ കൂടെ കടന്നു പോകണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ കൂടെ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റ ഓട്ടം റോഡിന് കുറുകെ ഓടി എന്തായാലും റോഡിന് അപ്പുറം എത്തും. പക്ഷെ ഇതിനകത്ത് റിസ്ക് ഉണ്ട്. ഇതിനിപ്പോൾ പാണ്ടിലോറി വരും, ഇടിച്ച് തറയിടും, മറ്റേനകത്ത് അത്രയും റിസ്ക് ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കാന്നല്ലാതെ പ്ലാൻഡ് ആയിട്ട് ഇതിനിടയ്ക്ക് വണ്ടികൾ വരാലോ. വണ്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ അതിന്റെ അകത്ത് എത്തുമ്പോൾ ഈ കണ്ടസ്റ്റൻസിനോടുള്ള നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കയറുന്നതിന് മുമ്പ് അതിനകത്ത് ഒരു നിർദ്ദേശം കൊടുക്കില്ല. ഇല്ല, അബ്സല്യൂട്ട്ലി. ഞാൻ അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. സാബുമോൻ കണ്ട ബിഗ് ബോസ് സീസൺ 6. സോ അതിന് വിലയിരുത്തുകയാണ്. അപ്പോൾ ഓരോ ടൈറ്റിൽ തരും, അത് എന്തായിരുന്നു ആരായിരുന്നു എന്നുള്ള രീതിയിലേക്ക് പറയാം. ഓക്കെ, സോ ബെസ്റ്റ് ഗെയിമർ.
ഗെയിമറല്ല, ഇപ്പം പിന്നെ ഇപ്പോൾ ഉള്ള പബ്ലിസിറ്റിയുടെയും ഫാൻ ഫോളോയിങ്ങിന്റെയും ട്രെൻഡും ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടുപേര്, ഒന്ന് ജാസ്മിനും ജിൻഡോയും ആണ്. അതിലൊരാളെ ബെസ്റ്റ് ഗെയിമർ എന്ന രീതിയിലേക്ക് വിലയിരുത്താണെങ്കിൽ പറ്റില്ല. ഇല്ല, ഈക്വൽ ആണോ? ആ കാര്യം അവർ രണ്ടുപേരും ഏതാണ്ട് ഒരേപോലെ പോകുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ആരാ? അത് കുറെ 10-25 പേരുണ്ട്. സത്യമായിട്ട് എനിക്ക് എല്ലാവരും അറിഞ്ഞൂടെ, എനിക്ക് പേര് പോലും അറിഞ്ഞൂടെ. അങ്ങനെ കണ്ട ഒരാളുണ്ടായിരുന്നു മനസ്സിലായി, ഇത് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് തോന്നി? എന്താണ് കാണിക്കുന്നത്? തുടക്കത്തിലൊരു കക്ഷി വന്നിരുന്നു, പുള്ളി സീരിയൽ ആക്ടർ അങ്ങനെ എന്തോ ആണ്, വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന രതീഷേട്ടനാണോ? ആ രതീഷ്, പാട്ടൊക്കെ തുടക്കത്തില് പാട്ട് പാടുന്ന രതീഷ്. ആ അതന്നെ. പുള്ളി എന്തൊക്കെയോ ഇവിടെ നിന്ന് കാണിച്ചു അതിനകത്ത്, പുള്ളിക്ക് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് തോന്നി. എവിടേക്കോ മുൻ സീസണുകളിൽ അത്രത്തോളം ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന ഒരു സ്പേസ് കിട്ടുന്നുള്ള തോന്നൽ കൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? തെറ്റിദ്ധരിച്ചു പോയാണ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ആ പുള്ളി നിന്നിരുന്നെങ്കിൽ പിന്നെ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ വന്നേനെ. ഓൾറെഡി ഗെയിം ഇന്റർവ്യൂവിൽ ഇരുന്നു നമുക്ക്. അപ്പൊ രജിസ്റ്റർ തന്നെ പറഞ്ഞ കാര്യം ഓൾറെഡി അത് ഗെയിം പഠിച്ചു വരുമ്പോഴേക്കും ആയി എന്നുള്ളതായിരുന്നു. ആൻഡ് ടോപ്പ് 5-ൽ ഉണ്ടാവേണ്ടിയിരുന്നതും എന്നാൽ നിർഭാഗ്യം കൊണ്ട് പുറത്തായതുമായ മത്സരാർത്ഥി. ഞാൻ അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു ആരെങ്കിലും ഒരു എവിക്ഷൻ പ്രക്രിയയിൽ ഇയാൾ പുറത്തായോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ നേരിട്ട് അവിടെ ചെന്നപ്പോ കണ്ട ഒരു സാധനം, അപ്സര ഗെയിം സാധനങ്ങൾ ഒക്കെ ഭയങ്കര സിൻസിയറായിട്ട് നിന്ന് ചെയ്ത്. എനിക്കൊരു ടാസ്ക് വന്നിരുന്നു, ഒരു ഡയമണ്ട് ഒളിപ്പിച്ച് വെക്കുക എന്ന് പറയുന്നത്. അത് അനൗൺസ് ചെയ്ത ശേഷം ഒരു നിമിഷം അപ്സര വെറുതെ ഇരുന്നിട്ടില്ല. ആ കൊച്ച് ആ വീട് മൊത്തം ഇഞ്ച് ബൈ ഇഞ്ച് അങ്ങനെ അരിച്ചു പറക്കി നടക്കുന്നുണ്ടായിരുന്നു. ആ കൊച്ച് പുറത്ത് പോയി ആലോചിച്ചിട്ട് നല്ലപോലെ ചെയ്തിരുന്നൊരു കക്ഷിയാണല്ലോ. പിന്നെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ഒന്നും ചെയ്യാനില്ല. വോട്ടിലും സുതാര്യത ഉണ്ടല്ലോ അല്ലെ? വോട്ടിപ്പോ മറ്റേ ഇതില് ഹോട്ട്സ്റ്റാറിൽ മാത്രമല്ലേ ഉള്ളൂ. ഹോട്ട്സ്റ്റാറിൽ എങ്ങനെ വോട്ടിനെ ഉപയോഗിക്കും, എങ്ങനെ കള്ള വോട്ട് ചെയ്യും? അപ്പോൾ ചോദിക്കും പറ്റില്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഒരു മറു ചോദ്യം ചോദിക്കും. ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ OTT പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് പോയി കള്ള വോട്ട് ചെയ്യാനുള്ള ബോട്ട് കയറുമെന്നുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന മുഴുവൻ സിനിമയെ അടിച്ചു മാറ്റിക്കൊണ്ട് വിൽക്കാൻ എനിക്ക് പറ്റുമോ? നമുക്ക് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യമായിട്ടുള്ള ജെനുവിനാണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി തരണം. ഒരു OTT പ്ലാറ്റ്ഫോമാണ്. ആ OTT പ്ലാറ്റ്ഫോമിന്റെ സെർവറിനകത്തിരിക്കുന്ന എത്ര $1 മില്യൺ അസറ്റാണെന്ന് അറിയാമോ? ആ സിനിമകൾ ആ സെർവറിനകത്ത് കയറി ബോട്ട് ഉപയോഗിച്ച് കയറാന്നുണ്ടെങ്കിൽ ആ കയറുന്ന ആ വിടവിൽ കൂടെ ആ സിനിമകളെല്ലാം എടുത്തുകൊണ്ട് പോയിക്കൂടെ? അവരെ ക്രാഷ് ചെയ്യിച്ചൂടെ? അപ്പോൾ എത്ര സെക്യൂരിറ്റിയിലായിരിക്കും ആ OTT പ്ലാറ്റ്ഫോം ഇരിക്കുന്നത്? ഇപ്പം നെറ്റ്ഫ്ലിക്സ്, പ്രൈം, സോണി, HBO, NGC, ഇവർക്ക് എല്ലാ ആപ്സ് ഉണ്ട്, OTT ആപ്സ്. അവരുടെ കോടാനുകോടി, ശതകോടികൾ, നൂറ്റുകണക്കായ കോടികളുടെ അസറ്റാണ് അതിൻ്റെ സെർവറിനകത്തിരിക്കുന്നത്. ആ സെർവറിനകത്താണ് വോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ പിന്നെ ബോട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ടെക്നോളജി എന്താണ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് ബോധം വിവരമില്ലാത്തവരെ അത് പറയുള്ളൂ. OTT പ്ലാറ്റ്ഫോമിൽ 10,000-കണക്കായ ലക്ഷക്കണക്കായ സിനിമ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെർവറിനകത്ത് ബോട്ട് കയറി വോട്ട് ചെയ്യും അല്ലേ? ഈ വോട്ടിന്റെ കണക്ക് സ്റ്റുപ്പിഡിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയും. ഈ വോട്ടിന്റെ കണക്ക് കാണിക്കുന്നതിൽ സുതാര്യതയോ? അതൊന്നും ഞാൻ കണക്ക് കാണിക്കുന്നുണ്ടോ? ഇത്ര വോട്ടെന്നൊക്കെ കാണിക്കും പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇത് കാണിച്ചിരുന്നല്ലോ. അത് തുടക്കത്തിലൊക്കെ കാണിച്ചിരുന്നു, ഇപ്പൊ അതില്ലല്ലോ. തുടക്കത്തിലല്ല, ഫിനാലേക്ക് മാത്രമേ കാണിക്കുള്ളൂ. അല്ല, സമയത്ത് വോട്ടിംഗ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്ന സമയത്തും അതിന്റെ ഇപ്പൊ ലാസ്റ്റ് സീസണിലൊന്നും ഇത്ര ഇല്ല. ശരി, ഫിനാലേക്ക് ജസ്റ്റ് വന്ന് ഇന്നയാള് വിന്നർ എന്ന് പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെ ആയിരുന്നു? കാണിച്ചില്ല അല്ലേ? എന്റെ സീസൺ മാത്രമേ കാണിച്ചുള്ളൂ. അത് കൂടുതലായി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് വോട്ടിംഗ് കാണിച്ചില്ല, വന്ന് നിൽക്കുന്നവരുടെ ഏകപക്ഷീയമായി എന്നുള്ള വെച്ചിരിക്കും. മറ്റേത് കയറി ഇറങ്ങിയിട്ട് വന്ന് നിൽക്കും, അപ്പൊ അത് കാണിച്ചിരുന്നില്ല. അത് അവരുടെ പാറ്റേൺ മാറിയായിരിക്കും. സേഫ് സോൺ പിടിച്ച് അവസാന ഘട്ടം വരെ പിടിച്ചു നിന്ന മത്സരാർത്ഥി മറ്റേ പയ്യനായിരിക്കും, മറ്റേ അഭിഷേക്. ഒരു പയ്യനുണ്ടല്ലോ, ഒരു വെളുത്ത് ടിക്കറ്റ് ഫിനാലെ ഫസ്റ്റ് കയറിയ ആളാണ്, അഭിഷേകാണ്. സേഫ് സോൺ ആയിരുന്നു. ആ പയ്യൻ ഒന്നിലും ഇടപെടുന്നില്ല, അവിടെ ഒരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട മത്സരാർത്ഥി ആരാ ഏറ്റവും കൂടുതൽ? അതിപ്പോ മൊത്തം കണ്ടാലേ അറിയാൻ പറ്റുമോ? എന്നാലും കണ്ടതിൽ വെച്ച് പുറത്തു വരുന്ന വാർത്തകളും അവിടെ കണ്ട മത്സരാർത്ഥി നിലയിലും അങ്ങനെ തോന്നുന്നുണ്ടോ ആരെങ്കിലും? അതായത് ഇത് വേറെ രീതിയിലാണ് ഈ വ്യക്തിനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും കാര്യത്തിൽ? ഇല്ല.
സ്വന്തം ടാലന്റ് ഹൗസിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോയി മത്സരം നടത്തി ആരാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ടാലന്റ് ഉണ്ടായിട്ടും അത് എന്ത് ടാലന്റ്, എന്ത് അതിനകത്ത് രീതി- ഒരുപാട് ടാലന്റ് ഉണ്ട്. ഉണ്ട്. ഏതെങ്കിലും രീതിയിലേക്ക് ടാലന്റഡ് ആയിട്ടും അതിന്റെ അകത്ത് ഒന്നും അല്ലാതാവാൻ പറ്റിയത് അവിടുത്തെ സിറ്റുവേഷനിലും അവിടുത്തെ പ്രഷറിലും ടാലന്റഡ് ആയിട്ടും ഒന്നും ആവാതെ പോയ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആരെങ്കിലും? അൻസിബയ്ക്കൊക്കെ നല്ല ടാലന്റ് ഉള്ള കക്ഷിയാണ്. പക്ഷെ അൻസിബയൊക്കെ എനിക്കൊന്ന് വെറുത്തു പോയാണെന്ന് തോന്നുന്നു അതിനകത്ത് ഈ setup ഒക്കെ സാഹചര്യങ്ങൾ കൊണ്ട് കണ്ട്. അല്ലേ? ആ. ഓക്കെ. സെൽഫ് പ്രൊമോഷൻ ഏറ്റവും നന്നായി ചെയ്യുന്ന മത്സരം നടത്തിയാരാ ഹൗസിനകത്ത്? ജിൻഡോ. ജിൻഡോ. ഉം. മാർക്കറ്റിംഗ് സ്വയം മാർക്കറ്റിംഗ് ആണ്. ആണ്. ഇപ്പൊ ഞാനകത്തൊക്കെ ചെന്നവര് ജിൻഡോ ഫുൾ ടൈം ഉം. ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അവസാനം മറ്റേ പവർ റൂമിലുള്ളവർ വന്ന് പറഞ്ഞു ജിൻഡോ ഫുൾ ടൈം ഗസ്റ്റിന്റെ കൂടെ നടക്കേണ്ട കാര്യമില്ല. ആ അതല്ലേ. ശിക്കാരി ശംഭു ആരാ? ഏ ശിക്കാരി ശംഭു ഇങ്ങനെ ഭാഗ്യം കൊണ്ട് വീണ് കിട്ടി 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 ഇവിടെ എത്തിയ ജിൻഡോ ആയിരിക്കും. ജിൻഡോ ശിക്കാരി ശംഭു ആണ്. കാരണം ഒരു ഗെയിമറായിട്ടോ അങ്ങനെ ഒരു ഇതായിട്ടോ കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലേ, അങ്ങനെയല്ല. കാര്യം അതിനകത്തുള്ള ആൾക്ക് അതാണ് ജിൻഡോ കിട്ടാത്തത്. ഓക്കെ. ജിൻഡോ അടിച്ചു തല്ലി വീണിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളെ ജിൻഡോ. മനസ്സിലായേ? ജിൻഡോ അടുത്ത് അവർക്ക് ലോജിക് ഒന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റൂല. കഴുകനാരാ? അങ്ങനൊന്നും അതിനകത്തില്ല. ഇല്ല. അങ്ങനെ ക്രൂക്കഡ് Crooked ആയിട്ട് എനിക്ക് ഞാൻ പോയപ്പോ എനിക്ക് തോന്നിയില്ല. കുരയ്ക്കുന്ന കണ്ട പട്ടി മനുഷ്യര് കടിക്കില്ലാന്ന് അങ്ങനെ അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഡയലോഗ് അടി മാത്രമായിട്ട് പ്രവർത്തിയിൽ അത് വരാത്ത അങ്ങനെ ആരാ തോന്നിയിട്ടുള്ളത്? അതും ആണ്. ഞാൻ പോയപ്പോഴേ തന്നെ എത്ര പേരുണ്ടായിരുന്നു? ആകെ 8-10 പേരല്ലേ ബാക്കിയുള്ളൂ. 10 അല്ല 12 പേരെന്തോ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു, ഇപ്പോഴും സോഫ നിറച്ച ആള് ബിഗ് ബോസ് എല്ലാത്തിനും പറഞ്ഞുവിടാൻ കഴിയാറാവുമ്പോഴും ആളുകളുണ്ട്. മൊത്തം നിറച്ച ആളായിരുന്നു. നമ്മുടെയൊക്കെ സമയത്ത് ആ സമയത്ത് ദാരിദ്ര്യം പിടിച്ച് 4-5 എണ്ണമായിട്ട് ലോൺലിനെസ് ഒക്കെ അടിച്ച് സമയത്ത് ഇപ്പോഴും അവസാന നാളുകൾ വരെ ഉണ്ടായിരുന്നു. ഇവര് ഭയങ്കര അതിൽ പുണ്യം ചെയ്ത് ഇഷ്ടം പോലെ ആഹാരം ഉണ്ട് കേട്ടോ. ആളുകളുണ്ട് എന്നുള്ളത്. ആഹാരം ആഹാരം നമ്മുടെ അതിനകത്ത് പട്ടിണി കിടന്ന് തണ്ണിമത്തന്റെ തോട് വെച്ച് കറി ഉണ്ടാക്കി. ശരിക്കും എന്തിനാണ് പിന്നെ ഇത്രയും ഫുഡ് അവർ കിട്ടുമ്പോഴും ഈ ലക്ഷറി ബഡ്ജറ്റിൽ ഇത് കിട്ടുന്നു, വളരെ പരിമിതമായിട്ടുള്ള ഭക്ഷണം കിട്ടണം എന്നുള്ള ഡ്രാമ പുറത്ത് കാണിക്കുന്നത് എന്തിനാ? ഭക്ഷണം സമൃദ്ധിയായിട്ട് കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ. എന്നിട്ട് ഇവരെല്ലാം ഈ ഫുഡ് എടുത്ത് കൊണ്ടേ ഒളിപ്പിച്ച് വെക്കുന്നേ. അവിടെ ചോക്ലേറ്റ് സാധനമൊക്കെ എന്തോരം വരുന്നു. നമ്മളൊക്കെ എനിക്ക് പിന്നെ ചോക്ലേറ്റിന്റെ ആളല്ലേ. നമ്മുടെ സീസണിലൊക്കെ കൂടെ ഉണ്ടായിരുന്നവർ കരയുമായിരുന്നു. ഒരു കഷണം ചിപ്സ് എന്തോ വന്നിട്ട് ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുറച്ച് ചിപ്സ് എന്തോ ഒരു ടാസ്കിൽ വന്നതിൽ മിച്ചം. എന്നിട്ട് അവസാനം നമ്മൾ അത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് എണ്ണി നീക്കി. ആലോചിക്കണം, ചിപ്സ് ആളൊന്നൊക്കെ 2.5 പീസ് വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ദാരിദ്ര്യമായിരുന്നു. അതിലൊക്കെ ഇപ്രാവശ്യം പോലെ ഫുഡാണ് ഇഷ്ടം പോലെ. ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഗെയിം എന്നതിനാൽ അപ്പുറം അല്ലെ, ഒരു ഷോ സമയത്ത് എന്നുള്ള രീതിയിലേക്ക് ചില മാനുഷിക പരിഗണനകളും വരും അല്ലെ. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ കാര്യം ഭക്ഷണം എന്നുള്ള കാര്യം. ഈ പലപ്പോഴും ചിലപ്പോൾ കുറച്ച് കഴിക്കുന്നുണ്ടാവും, ചിലർ കൂടുതൽ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇതിനെ ഭക്ഷണത്തെ ചൊല്ലിയിട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ കുറെ കണ്ടതാണ്. ഐ മീൻ തർക്കങ്ങളും കാര്യങ്ങളും എന്നുള്ളത്. ശരിക്കും നിങ്ങളുടെ സീസണിൽ ശരിക്കും എങ്ങനെയായിരുന്നു? നമ്മുടെ സീസണിൽ ആഹാരം എന്ന് പറയുന്ന സാധനം തന്നിട്ടില്ല. അത് പിന്നീട് എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയിട്ട് ശ്വേത പേഴ്സണലി ലാലേട്ടൻ്റെതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആഹാരം തരാത്ത ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം നമ്മുടെ സമയത്ത് റേഷനായിരുന്നു, വീക്കിലി റേഷൻ. വീക്കിലി ഒരു ഇത്ര ക്വാണ്ടിറ്റി തന്നുവിടും. അപ്പോൾ തുടക്ക സമയത്തൊക്കെ ഭയങ്കര ടഫായിരുന്നു. ഫുഡ് തികയില്ല, തീരും. ഈവൻ അരി മാവൊക്കെ തീരും. എന്നിട്ടും ഈ ഹിമയാണ് പറഞ്ഞത് തണ്ണിമത്തൻ കിട്ടും, എനിക്ക് 4-5 എണ്ണം എന്തോ തരും. അതിൻ്റെ തോട് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അതുവരെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ ആ പച്ച ഭാഗം ചുരണ്ടി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് നമ്മുടെ പപ്പായയുടെ ഇതുണ്ടാക്കുന്ന പോലെ കറി ഉണ്ടാക്കി കഴിക്കും. പക്ഷെ അങ്ങനെ വരെ ഷെയർ ചെയ്ത് റേഷൻ പോലെ അല്ലെ, ഒരു ദാരിദ്ര്യ പരിമിതമായിട്ട് പറയുന്നു. പക്ഷെ ഈ സീസണിൽ വരുമ്പോൾ പലപ്പോഴും നല്ല ചായ കിട്ടില്ല, അല്ലെങ്കിൽ ഐസ്ക്രീം ചൊല്ലി ഐസ്ക്രീം ഒക്കെ അതിനകത്ത് അത് കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതവിടെ ഫുഡിന് ശരിക്കും ദാരിദ്ര്യം ഇല്ല പലപ്പോഴും ഇല്ലേ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ കണ്ടത് വെച്ചിട്ട് ഇഷ്ടം പോലെ ആഹാരം അതിനകത്ത് ഉണ്ട്. പിന്നെ എന്തിനാണ് വഴക്കുണ്ടായെന്ന് എനിക്കറിയില്ല. വഴക്കുണ്ടാകുന്ന നമ്മുടെ സമയത്ത് ഉണ്ടാകണം. മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞുള്ള സീസണിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഫുഡൊക്കെ നല്ലപോലെ കൊടുത്തു എന്നാണ്. അതുപോലെ നമ്മള് അതൊരു വിഷയം ഉണ്ടായിരുന്നു. നമ്മൾ ബോംബെയിലായിരുന്നു. ആകെ 3 സൈസ് ദാലും പിന്നെ കുറച്ച് ബോംബെ പച്ചക്കറിയെ കിട്ടുള്ളൂ. ഈ ചെന്നൈയിൽ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടും സ്പ്ലെൻഡിഡ് ആയിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരുന്നതിനകത്ത് നമ്മൾ കഴിക്കാത്ത ആഹാരങ്ങളായി വരുന്നതല്ലേ. സോയ ചങ്ക്സ് വരും. അല്ല, സോയ ചങ്ക്സ് എനിക്ക് തോന്നുന്നു അത് ലക്ഷറി ബഡ്ജറ്റിൽ ആണ് വരുന്നത്. നമുക്ക് തരുന്നത് 3 ടൈപ്പ് ദാൽ, 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദാല്, പിന്നെ കുറേ അരി, കുറച്ച് ആട്ടമാവ്, പിന്നെ ഒരു കവർ വെച്ച് എന്തോ
2 കവർ വെച്ച് മസാല അതിൽ ഓടിച്ചോണം ഒരാഴ്ചയും. അങ്ങനെ കഷ്ടപ്പാടും ദാരിദ്ര്യമായിരുന്നു. ഞാൻ ഏതാണ്ട് 108 കിലോയിൽ നിന്ന് ഏതാണ്ട് 82-84 കിലോയിലേക്ക് അത്ര വ്യത്യാസം വന്നിട്ടുണ്ട്. വ്യത്യാസം വന്നു. യെസ്, നമ്മളൊരു ഔട്ട് ഓഫ് സിലബസ് സെഗ്മെന്റിലോട്ട് പോവാണ്. ബിഗ് ബോസ് ഷോ അല്ലാതെ പുറത്തുള്ള ഷോകളെ പറ്റി കണക്ട് ചെയ്തിട്ട് കൂടിയായിരിക്കും സ്റ്റേറ്റ്മെന്റും ചോദ്യങ്ങളും വരിക. സോ റിയാലിറ്റി ഷോകളിലും മറ്റും വിധികർത്താവായി പോയിരിക്കുമ്പോൾ ഷോ മേക്കേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ നിന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്? ഇല്ല ഇല്ല. അങ്ങനെ അത്തരത്തിൽ അപ്രോച്ചുകൾ ഉണ്ടാവാറുണ്ടോ? നമുക്ക് ചില സമയത്തൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരിക്കും. ഇൻഡയറക്റ്റ് വേ ഡയറക്റ്റ് ഒന്നും അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തയ്യാറാവോ? ഇല്ല. ഇല്ല ഇല്ല. ഷോ നന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് കൊടുക്കില്ല, ചെയ്യില്ല. ആൻഡ് മറ്റുള്ളവരെ പറ്റിച്ചു കാശുണ്ടാക്കുന്നു എന്ന പേര് തരികയോട് ചേർത്ത് ഇപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെയുണ്ടോ? തരികിട എന്നൊരു വാക്ക് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ഈ തരികിട സാബു എന്ന് വിളിക്കുന്നത്? ആ ഷോ ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഒരു ഷോയുടെ പേരിലാണ്. ആ പേര് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ എപ്പോഴെങ്കിലും? എന്തെങ്കിലും വിവാദങ്ങളിൽ എന്തെങ്കിലും പെടുമ്പോഴോ? ഈ പാപ്പരാസീസ് ഒക്കെ അങ്ങനെ ഒരു സംഭവം ചേർത്തങ്ങ് വിടും. അതുപോലെ എൻ്റെ ഒരു ഫയർമാൻ സിനിമയിലൊരു ഗുണ്ടയായിട്ടാണ് ജയിലിൽ കിടക്കുന്നത്. ആ ഫോട്ടോ ആണ് മോസ്റ്റ്ലി ഇങ്ങനെ വരുന്ന സമയത്ത് എടുത്തങ്ങ് വെക്കുന്നത്. ഒരു മുടി പറ്റ കിട്ടിയ ഒരു മീശയുള്ള ഫോട്ടോ ഉള്ളത്. അതാ കറക്റ്റ് ആ ഇമേജ് ആണ് എനിക്ക് കൊടുക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാണുമായിരിക്കും അത്തരത്തിലുള്ള ന്യൂസുകൾ ഉണ്ടാക്കി വിടുന്നവർക്ക്. ഇന്റർവ്യൂകളിലും സ്റ്റേജ് ഷോകളിലും അമിതമായി പേയ്മെന്റ് ആണ് സാബുമോൻ ഈടാക്കാറുള്ളത്. ഞാൻ എവിടെ ഇന്റർവ്യൂ കൊടുത്തതിന്? ഇല്ല, കൊടുക്കാറില്ല. കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടം പോലെ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലല്ലേ? നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്ത ചാനൽ ഷോകളിലോ ഗസ്റ്റ് ആയിട്ട് പോയിരിക്കുമ്പോഴും ജഡ്ജസ് ആയിരിക്കുമ്പോഴും? ജഡ്ജ് ആയിരിക്കുമ്പോൾ എനിക്ക് നല്ല എനിക്ക് അർഹതപ്പെടുന്ന പ്രതിഫലം എനിക്ക് കിട്ടാറുണ്ട്. ഡിമാൻഡ് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിലെ ടോക്സിറ്റി കണ്ടാൽ അന്നും ഇന്നും പ്രതികരിക്കാതിരിക്കാൻ കഴിയാറില്ല. ഞാൻ മുമ്പ് പ്രതികരിക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നില്ല. അത് പിന്നെ എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും കൂടെ പറഞ്ഞ് അത് നിർത്ത് പരിപാടി. പറഞ്ഞു കഴിഞ്ഞതിനനുസരിച്ച് മാറുന്ന വ്യക്തിയാണോ സാബു? ഞാൻ പറഞ്ഞില്ലേ, ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറെ സാധനങ്ങൾ ട്രൈ ചെയ്തപ്പോൾ കൊള്ളായിരുന്നു. എനിക്ക് നല്ല സമാധാനമുണ്ട്. ഇപ്പം മറ്റേ ടെലിബ്രാൻഡ്സ് പോലത്തെ ഷോയിൽ പറയുന്നത് അത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഇപ്പം നല്ല മാറ്റമുണ്ട്. നന്നാവാൻ തീരുമാനിച്ചു. അങ്ങനെ മൊത്തം നന്നായൊന്നുമില്ല, അപ്പോഴപ്പോഴായിട്ട് ഒപ്പിക്കാനുള്ളതൊക്കെ ഒപ്പിക്കും. പക്ഷെ എന്നാലും പൊതുവെ എനിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ല. സാധനത്തിൻ്റെ ഒക്കെ പാസ്വേഡൊക്കെ കൂടെയുള്ളവർ കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്പം എങ്ങനെ ആത്മരോഷൻ പൊട്ടിപ്പുറപ്പെടും. ഈ ആത്മരോഷം പൊട്ടിപ്പുറപ്പെടലും അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതും ശരിക്കും കാലാവസ്ഥയ്ക്കും സമയം നോക്കിയിട്ടനുസരിച്ച് അങ്ങനെ മാറാറില്ലായിരുന്നു. ഇപ്പൊ മാറി. അങ്ങനെ മാറി. ഇപ്പൊ അങ്ങനെ എവിടേക്ക് ഒരു കുറച്ചൊന്ന് സെക്കൻഡ് തോട്ടിലോട്ട് പോകുന്നുണ്ട്. എനിക്കിത് വേദന ഉണ്ടാക്കിയിരുന്നില്ല, പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർക്ക് പെയിൻ ഉണ്ടാക്കുന്നു എന്ന് വന്നപ്പോൾ ഞാൻ നിർത്തി. എനിക്ക് അങ്ങനെ പെയിനൊന്നും ഉണ്ടായിരുന്നു, പ്രശ്നമില്ല. ഞാൻ കണ്ടിട്ട് കൊള്ളാമല്ലോ എന്ന് വിചാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ എന്നോട് കാണിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അത് വേദനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പല വിട്ടുവീഴ്ചകൾക്കും സാബുമോൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ചെയ്ത വിട്ടുവീഴ്ചയിൽ പിന്നീട് റിഗ്രറ്റ് ചെയ്തത് ആരുമായിട്ടുള്ള കാര്യത്തിലായിരുന്നു? വിട്ടുവീഴ്ച ചെയ്യുന്നത് പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയല്ലേ? പിന്നീട് ഞാൻ എന്ത് കാര്യത്തിന് അങ്ങനെ നിന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നീട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ സൗഹൃദത്തിനോ ഏതെങ്കിലും രീതിയിൽ വാല്യൂ ചെയ്ത കാര്യത്തിനോ? ഇല്ല. എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് എത്ര പഴയ കൂട്ടുകാരെന്നറിയുമോ? എൻ്റെ കൂടെ ഉള്ളതൊക്കെ എനിക്ക് ചെല്ലുന്നിടത്ത് എല്ലാം കൂട്ടുകാരാണ്. എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ നിലനിർത്തും. അതങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോൾ കാണാം ഇവിടെ ഒരാൾക്കൂട്ടം എന്നും എത്തും. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോ ഉപേക്ഷിക്കാൻ കാരണം? ഉപേക്ഷിച്ചല്ല, ഞാൻ പിന്നെ 3 തമിഴ് സിനിമകൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എല്ലാം കൂടി, ഈ തമിഴ് സിനിമയുടെ കുഴപ്പമെന്ന് പറഞ്ഞ ഒരു വലിയ ടൈമിലേക്കാണ് അവർ ഡേറ്റ്സ് എടുക്കുന്നത്, മനസ്സിലായി? അപ്പോൾ ഞാൻ രജനി സാറിൻ്റെ വേട്ടയൻ സിനിമ ചെയ്തു, ഈ ജയ് ഭീമിൻ്റെ ഡയറക്ടർ ജ്ഞാനവേലിൻ്റെ. പിന്നെ ജി.വി. പ്രകാശിൻ്റെ കിങ്സ്റ്റൺ മൂവി ചെയ്തു. യോഗി ബാബു ബോബി സിംഹയുള്ള നോ വയലൻസ് എന്ന് പറയുന്ന ഈ 3 സിനിമകളും ഈ ഷോ എന്ന് റെഗുലർ ഷോ ആണ്, എവറി ഡേ പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഇപ്പം മറ്റന്നാൾ ഷൂട്ടെന്നൊക്കെ പറയുമ്പോഴായിരിക്കും കോള് വരുന്നത് പെട്ടെന്ന് ഹൈദരാബാദ് എത്താൻ. അപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ അത്. അപ്പം
ആദ്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി. പക്ഷെ തുടർച്ചയായിട്ട് കുറെ ഷെഡ്യൂൾ ഇതായപ്പം അത് നടപടി ആവില്ല. ബുദ്ധിമുട്ടായി. കുറെ കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ടോ തമിഴിലോട്ട്? കൊച്ചി മാറി ചെന്നൈ പിടിക്കോ? ഏയ്. ഇല്ല. ആദ്യം പടം വെളിയിൽ വന്നിട്ട് ഉം. ആരെങ്കിലും ഒക്കെ കണ്ട് വിളിക്കട്ടെ, വിളിച്ചിട്ട് തീരുമാനിക്കും. ഏകദേശം 24 വർഷമായിട്ട് എത്തി അല്ലെ നിൽക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് പോലൊരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേണ്ടത്ര വിധം സിനിമകളിൽ അവസരം വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സിനിമയിൽ അവസരമാണ്, ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്നൊരു സംവിധായകന് തോന്നിയാലല്ലേ എന്നെ വിളിക്കുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ അടുത്ത് പറയും പോയി ഡയറക്ടേഴ്സിനെ കാണാൻ ഒരുപാട് പേരുള്ളതാണ്. അപ്പോൾ നമ്മളെ ഓർമ്മയിലൊന്ന് നിർത്തണം എന്ന് പറയും. അതിൽ ഞാൻ അത്ര വിജയകരമായിട്ടുള്ള ഒരാളല്ല. അല്ലെ പിന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കുന്തളിപ്പ് കാണിച്ച് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിനും ഞാൻ അങ്ങനെ ഒരാളല്ല. ലൈവായിട്ട് നിൽക്കണം എന്നുള്ളത് കാണിക്കണം എന്നുള്ള നിർബന്ധമില്ല. ഞാൻ പരമാവധി എൻ്റെ മേഖല, എൻ്റെ പരിപാടികൾ, എൻ വഴി ചിന്തകൾ. അല്ലേ? ആൻഡ് ബിഗ് ബോസും അല്ലാതെയുള്ള ടി വി ഷോകളിലും കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഷോബിസ് ഈ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളത് അറിയപ്പെടുന്നൊരു കാര്യമാണ്. ലോകമെമ്പാടുമുള്ള ബോളിവുഡ്, ഹോളിവുഡ് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കേട്ടിട്ടുണ്ട്. എവിടെയായിരിക്കും അത് ബിഗ് ബോസ് ഷോനെ കുറെ കൂടി ബാധിക്കാൻ പോവുക നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോൾ? ഈ സ്ത്രീ പ്രാതിനിധ്യം കുറയോ? ഐ മീൻ കണ്ടസ്റ്റൻസ് വരുന്നതിൽ എവിടേക്കോ ഈ പഴി കൂടി ചേർത്ത് കേൾക്കേണ്ടി വരും, അങ്ങനെ തോന്നില്ല? അല്ല, ഈ ടെലിവിഷൻ ഇപ്പൊ പണ്ട് കാലത്താണെങ്കിൽ നർത്തകിമാര്, നാടകത്തിൽ അഭിനയിക്കുന്നവര്, പിന്നെ അത് സിനിമ, TV ഇതിലെല്ലാം ഉള്ളവരുടെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. അതിന് ഈ മഞ്ഞപത്രങ്ങൾ ഉള്ളതും ഇല്ലാത്തതും എല്ലാം എഴുതി വിടാറുണ്ട്. മുമ്പ് മഞ്ഞപത്രങ്ങൾ പ്രിന്റ് അടിച്ച് രഹസ്യമായിട്ട് വിൽക്കുമായിരുന്നു. ഇപ്പോൾ അത് ഓൺലൈനിൽ പച്ച പരസ്യമായിട്ട് കറങ്ങുന്നുണ്ട്. അത് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്ന പോലെയാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞു കേട്ടോണ്ടേയിരിക്കും. അതൊരു സൈഡിൽ കൂടെ പൊക്കൊണ്ടേയിരിക്കും. ഷോബിസ് ഒരു സൈഡിൽ കൂടെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഈ ഇൻഡസ്ട്രി ബാധിക്കുന്ന സംവിധാനങ്ങളെ അല്ല. ആൻഡ് പുറമെ കാണിക്കുന്ന ബോൾഡ്നെസ് മാത്രമേ ഉള്ളൂ. സാബുമോൻ ചില സമയത്തൊക്കെ ഒരു ഭീരുവാണ്. ഭീരുവാണെന്ന് ആണോ? എവിടേക്കോ ചില കാര്യങ്ങളിൽ ഒന്ന് ഉൾവലിഞ്ഞേക്കാം എന്നൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയ ഞാൻ ഈ തോന്നലുകളിലെ ചില കാര്യങ്ങൾ തോന്നുന്നു, ചില കാര്യങ്ങളിൽ അത് നമ്മൾ കുറെ കാര്യങ്ങളെ വിലയിരുത്തും. അതിൽ ഭീരുത്വം ഒന്നുമല്ല. അത് കവേർഡ് എന്ന് പറയുന്നത്, ഭീരുത്വം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ഒരു സാധനമാണ്. മനസ്സിലായോ? എനിക്ക് ഒരൊറ്റ മനുഷ്യനെ പേടിയില്ല, ഒരൊറ്റ സംവിധാനത്തിന് എനിക്ക് പേടിയില്ല. ഇത്രയും വിവാദങ്ങളും ഇത്രയും കാര്യങ്ങളുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കാത്തിരുന്ന ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു പ്രതികരണം, ഒരു മറുപടി സാബുമോന്റെ ആയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. ഏത് വിവാദങ്ങളുണ്ട്? അഖിൽമാരാർ പറഞ്ഞ വിഷയങ്ങളിലും അഖിൽമാരാർ പറഞ്ഞത് അഖിൽമാരാരുടെ വിഷയം, അത് അഖിൽമാരാരുടെ പോയിന്റ് ഓഫ് വ്യൂ. അതിന് ഉത്തരം കൊടുക്കാൻ ഞാൻ ആരാണ്? ആ പേര് അതിൽ വന്നതുകൊണ്ട് ഒരു ഉത്തരം എന്നെ പറ്റി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ നടനെ കൊന്ന ആളാണ്, കൊലയാളിയാണ്, വിഷം കൊടുത്ത് കൊന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഭയന്നിട്ടില്ലല്ലോ, പ്രതികരിക്കും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് പ്രതികരിച്ചു? എന്ത് പറയാൻ അതിനകത്ത്? ആരോടും എന്ത് പറയാൻ? അന്ന് ലൈവിനകത്ത്, ന്യൂസിന്റെ ലൈവിനകത്ത് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് എന്നെ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ സ്വഭാവം അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്, അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. എല്ലാത്തിനും ഒന്നും മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അഖിൽമാരാർ പറഞ്ഞ സാധനത്തിനകത്ത് മറുപടി കൊടുക്കാൻ, അല്ലാതെ മറുപടി കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ആൾ തന്നെയാണ് മറുപടി കൊടുക്കാത്തവരെ തന്തയ്ക്കും വിളിച്ചിട്ടുള്ളത്. അതെനിക്കപ്പോൾ തോന്നി വിളിച്ചു, എനിക്കിപ്പോൾ തോന്നിയില്ല. അതിന്റെ പേര് ഭീരുത്വമൊന്നും, അതിന്റെ പേര് ഭീരുത്വമൊന്നുമില്ല. ഭീരുത്വം ഈസ് എൻ്റെയർലി ഡിഫറെന്റ്. കാരണം നമ്മളൊന്നിനെ ഭയന്ന്, അല്ലെ ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള ഭയമുള്ള ഉണ്ടാകുന്ന തരത്തിലുള്ള വികാരത്തിനാണ് ഈ ഭീരുത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ?